ഹിന്ദി ആക്ടറായിട്ടുള്ള ബമൻ ഇറാനി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത ഫിലിം ദ മെഹ്ത ബോയ്സ്. ഇതൊരു OTT റിലീസാണ്, ആമസോൺ പ്രൈമിലുണ്ട്. അപ്പോൾ സിനിമയുടെ തീം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപരിചയമില്ലാത്തൊരു തീമൊന്നുമല്ല. പണ്ട് മുതലേ ആളുകൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു തീമാണ്. അതായത് ഏജിങ് ആയിട്ടുള്ളൊരു ഫാദറും ഗ്രോണപ്പ് ആയിട്ടുള്ള മകനും തമ്മിലുള്ള ഈഗോ ക്ലാഷസ്, ഐഡിയോളജിക്കൽ ഡിഫറൻസസ്, ഒപ്പീനിയൻ ഡിഫറൻസസ്. അപ്പോൾ ഇതുമൂലം ഇവർക്ക് ഉണ്ടാകുന്നൊരു കോൾഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് മെൻറ്റ് ചെയ്യാൻ, അതായത് ഇവർ തമ്മിലൊന്ന് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് രണ്ട് സ്ത്രീകൾ വരുന്നുണ്ട്. ഒന്ന് ബമൻ ഇറാനിയുടെ മകളായിട്ട് തന്നെ അഭിനയിക്കുന്ന പൂജ സരു. അവർ അത്യാവശ്യം നന്നായിട്ട് ആ റോൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രേയ ചൗധരി, അവരും പിന്നെ ഈ അവിനാശിൻ്റെ ഒരു ഗേൾ ഫ്രണ്ടായിട്ട് വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിൽ ഈ ക്യാരക്ടേഴ്സിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവർ വളരെ ഗ്രൗണ്ടഡ് ആണ്, വളരെ സെൻസിബിളാണ്. ഈ ലേഡി ക്യാരക്ടേഴ്സ് അവർ രണ്ടുപേരും നല്ല രീതിയിൽ മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ അച്ഛനും മകനും തമ്മിലുള്ള സംഭവത്തിൽ നമുക്ക് ആരാണ് അഡൾട്ട്, ആരാണ് ചൈൽഡ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സിറ്റുവേഷൻസ് സിനിമ ഫോഴ്സ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഓർഗാനിക്കായിട്ട് എന്തെങ്കിലും ഈ സിനിമയിൽ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അങ്ങനെ ഈ ഒരു തീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ വേറൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ ബമൻ ഇറാനി അതുപോലെ തന്നെ അവിനാശ് തിവാരി, ഇവർ രണ്ടുപേരുമാണ് സ്ക്രീനിൽ അച്ഛനും മകനായിട്ട് അഭിനയിക്കുന്നത്. ഇവർ രണ്ടുപേരുടെയും ആക്ടിങ് കൊള്ളാം. അതുപോലെ തന്നെ ശരിക്കും കാണുമ്പോൾ ഇവർ രണ്ടുപേരും അച്ഛനും മകനുമാണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിമിലാരിറ്റി ഇവർക്ക് സ്ക്രീനിലുണ്ട്. അപ്പോൾ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എനിക്ക് അത്ര ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നു, ചില സ്ഥലങ്ങളിൽ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ വളരെ ഫോഴ്സ്ഫുള്ളി ഒരുപാട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സിനിമ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ പകുതിയാവുമ്പോൾ ഈ സാധനത്തിലൊന്നും ഇനി പുതിയതായിട്ടൊരു സീനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു ഗ്യാപ്പൊക്കെ സ്ക്രിപ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ചില സീനുകളൊക്കെ കുറച്ച് എന്താ പറയുക, ഒരു ഓവർ ദ ടോപ്പ് എന്നല്ല, ഒരു അൺറിയലിസ്റ്റിക് ആണ്. അതിങ്ങനത്തെ ഒരു സിനിമയുടെ പാർട്ടായിട്ട് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ സിനിമ ബമൻ ഇറാനിയുടെ ഒരു ഡിറക്ഷൻ ഈസ് ട്രൈങ് ടു ഹാർഡ് ടു എസ്റ്റാബ്ലിഷ് സംതിങ് എന്ന് നമുക്ക് തോന്നും. അതായത് ഒരു പ്രത്യേകമായൊരു ജോൺറ, ഒരു ക്ലാസ്സിലേക്ക് ഈ സിനിമേനെ പുഷ് ചെയ്തിട്ട് നിർത്തുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായി. അപ്പോൾ വേറെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കൊരു ഡിഫറെൻ്റ് ആർക്കിലൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമ കൂടിയാണ്. സിനിമയുടെ എൻഡിൽ ഈ റിലേഷൻഷിപ്പുകളിലൊക്കെ ഒരു ബാലൻസ് കണ്ടെത്തുന്നുമുണ്ട് സിനിമ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഓവറോളൊരു നല്ലൊരു